വീണിതല്ലോ കിടക്കുന്നത് ഇത്തരയിൽ. പേടിക്കണ്ട കേട്ടോ. പക്ഷേ ഈ വീണ് കിടക്കുന്ന ആളാണ് ഇന്നത്തെ എനിക്ക് കണ്ടക്റ്റ് തന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ ആഗ്രഹത്തോടുകൂടി ഞങ്ങളുടെ പറമ്പിൽ കൊണ്ട് നട്ട ഒരു മുരിങ്ങത്തൈയാണിത്. ആഗ്രഹത്തോടുകൂടി നട്ടെന്നല്ലാതെ കൂടുതൽ ജലസേചനമോ വളപ്രയോഗമോ ഒന്നും തന്നെ ഈ തൈക്ക് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുടെ ആരോഗ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഞങ്ങളുടെ പറമ്പിൽ ആകെ കൂടെ യഥേഷ്ടമായിട്ട് ലഭിക്കുന്ന കുറേ സൂര്യപ്രകാശമുണ്ട്. ആ സൂര്യപ്രകാശത്തിൻ്റെ ബലത്തിൽ ആളങ്ങ് നേരെ ഒരു ഒറ്റത്തടിയായിട്ട് അങ്ങ് മേളിലോട്ട് പോയിട്ട് ഒരു മേളിൽ മാത്രം കുറച്ച് ചില്ലകളുമായിട്ട് നിൽക്കാൻ തുടങ്ങി. തലപ്പൊക്കം അതുപോലെ തലക്കനവും കൂടിയതുകൊണ്ടാകണം കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ തൊട്ടടുത്ത് നിൽക്കുന്ന മാവുഞ്ചയുടെ ചോട്ടിലേക്ക് സാഷ്ടാംഗ പ്രണാമം നടത്തി. ഈ മുരിങ്ങത്തൈയുടെ സാഷ്ടാംഗ പ്രണാമം കൊണ്ടാണെന്ന് തോന്നുന്നു ഭൂമിദേവിക്ക് കനിവ് തോന്നി അതിൻ്റെ ആ വളഞ്ഞു നിൽക്കുന്ന ഭാഗത്തു നിന്നും പുതിയ തളിർപ്പുകളും ചില്ലകളും എല്ലാം വരുന്നതായിട്ട് കാണാൻ പറ്റി കേട്ടോ. അതുമാത്രമല്ല, ആ തളിർപ്പുകളും കിളിർപ്പുകളും വന്നിരിക്കുന്നത് കുറച്ച് ആരോഗ്യത്തിൽ തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞു നിൽക്കുന്ന ഭാഗത്തേക്ക് നല്ലതായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒറ്റത്തടിയായിട്ട് പോയിട്ട് ചില്ലകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ചെടികളും തൈകളും ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് ആ കമ്പനി ഒന്ന് വളച്ചു കൊടുത്താൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ഒരു സ്ഥലത്തും കൂടെ ആണെങ്കിൽ ചിലപ്പോൾ അതിനും പുതിയ തളിർപ്പുകളൊക്കെ കിളുക്കാം കേട്ടോ. ഓക്കെ, ബൈ.